പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. തൃശൂർ ശ്രീനാരായണപുരത്ത് ചാലക്കുടി LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത്. 10 വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യമില്ലാതാക്കി. ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമേ കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമുള്ളൂ എന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. Defeat the BJP and its allies. Because the experience of the last 10 years of the Modi government and the ruling party, the BJP, shows that they are systematically working to undermine the very concept of democracy as given in our constitution. പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിലക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ മതവികാരമുയർത്താൻ ശ്രമിക്കുകയാണ്. ഈ വർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.